നമസ്കാരം. കേന്ദ്രമന്ത്രിസഭയിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപണിക്കാണ് നിലവിൽ കേന്ദ്രം തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം, മോദി സർക്കാരിൻ്റെ കാര്യമെടുത്താൽ പെട്ടെന്നൊന്നും വിറക്കാത്ത അല്ലെങ്കിൽ ആർക്കു മുമ്പിലും തലകുനിക്കാത്ത ഒരു ഗവൺമെൻറ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് UPA സർക്കാരിൻ്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഒരു പ്രത്യേക പാർട്ടികളുടെ സപ്പോർട്ടോടു കൂടി മാത്രം ഭരിക്കുന്ന സമ്പ്രദായമായിരുന്നു UPA സർക്കാരിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല പാർട്ടികൾക്കും വേണ്ടിയിട്ട്, ശരത് പവാറിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ, അങ്ങനെ പല പാർട്ടികൾക്കും അവർ പറയുന്നത് ഈ രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യപ്പെടേണ്ടി വരാറുണ്ട്. പക്ഷേ NDA സർക്കാരിൻ്റെ കാര്യം നോക്കുമ്പം 2014 മികച്ച ഭൂരിപക്ഷത്തിൽ വരുന്നു, 2019 300-നകത്ത് സീറ്റ് കൊണ്ട് കൂടി ഭരണത്തിൽ വരുന്നു, 2024 അത് ചെറിയ തരത്തിലെങ്കിലും പാർട്ടിയെ ബാധിച്ചു ഇലക്ഷൻ എന്നുള്ളത് സത്യമാണ്. കാരണം മോദി ഇസ് പാർ 400 പാർ എന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിനിങ് ആയിരുന്നു നടത്തിയിരുന്നത്. ഈ പ്രാവശ്യം 400 സീറ്റ് എന്നുള്ള തരത്തിലോട്ടും അത് വലിയ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ OBC വിഭാഗങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാവുകയും, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പല നേതാക്കന്മാരും അതിനെ ഭരണഘടനയെ തിരുത്തി എഴുതാനുള്ളതും OBC വിഭാഗങ്ങൾ പോലെയുള്ള പല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങൾക്ക് വേണ്ടി ഭരണഘടനയെ മാറ്റി എഴുതപ്പെടും എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം അക്കാലത്ത് തന്നെ നടന്നിരുന്നു. അതിൻ്റെ കൃത്യമായ ഭരണവിരുദ്ധ വികാരം അന്ന് ആ ഇലക്ഷനിൽ നടക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് NDAക്ക് ഒറ്റയ്ക്കുള്ള കേവല ഭൂരിപക്ഷം കിട്ടാണ്ടിരിക്കുകയും പിന്നീട് TDPയെ പോലെ തെലുങ്കുദേശം പാർട്ടി, ആന്ധ്രയിൽ നിന്നുള്ള തെലുങ്കുദേശം പാർട്ടി, പിന്നീട് അതുകൂടാതെ ബീഹാറിൽ നിന്നുള്ള JDU, അങ്ങനെ പല പാർട്ടികളുടെയും പിന്തുണയോട് കൂടിയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത്. ഇപ്പം ഈ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം നിലവിൽ BJP സർക്കാർ കണ്ട ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഒന്നായിരുന്നു എപ്സ്റ്റീൻ ഫയൽ. നമുക്കറിയാം, ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്ന ഒരു BJP മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ആരോപണം വരിക മാത്രമല്ല, അദ്ദേഹം തന്നെ പിന്നീട് അത് ശരിവെക്കുകയും ചെയ്തു. എപ്സ്റ്റീനുമായിട്ട് ഉള്ള ഇതിൽ താൻ പോയിരുന്നു എന്നുള്ളതും പല നേതാക്കന്മാരെ അതിൻ്റെ ഭാഗമായി കണ്ടു എന്നുള്ള തരത്തിൽ അദ്ദേഹം അവസാനം പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. അപ്പം അദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ തന്നെ വലിയ തരത്തിലുള്ള കല്ലുകടി പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പം തിടുക്കപ്പെട്ടെങ്ങാണ്ട് ഒരു നേതാവിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ BJP പെട്ടെന്നൊരു മാറ്റത്തിന് മുതിരാതിരുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയ പാർലമെൻറ്റിൽ മൊത്തം അഴിച്ചുപണി നടത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹർദീപ് സിംഗ് പുരിയെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റും എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതുമാത്രമല്ല, നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രക്ഷോഭങ്ങളും പ്രത്യേകിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലുള്ള പുതിയ ഓർഗനൈസേഷനുകൾ വരികയും അതിനെതിരെ അതിശക്തമായ രംഗത്ത് വരികയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് നീറ്റ് എക്സാം പല പ്രാവശ്യം ചോദ്യപേപ്പർ ചോരുകയും, നീറ്റ് മാത്രമല്ല NTA നടത്തുന്ന UGC നെറ്റ് എക്സാം അടക്കമുള്ള പല എക്സാമുകളിലും വലിയ തരത്തിലുള്ള കൃത്രിമം നടക്കുന്നുവെന്ന് ആക്ഷേപവും, അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേന്ദ്രത്തിനെ മുൾമുനയിൽ നിർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഹർദീപ് സിംഗ് പുരിയല്ല, ധർമ്മേന്ദ്ര പ്രധാൻ ഇനിയും വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ പാർട്ടിക്കത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ BJP ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പകരമായിട്ട് നിർമ്മല സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തിലോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് BJP നിലവിൽ ആലോചിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ പല കാര്യത്തിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ കാലാവധി രാജ്യസഭയിൽ കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിന് പകരം പുതിയതായിട്ട് ആര് വരും? അനിൽ ആൻ്റണിയുടെ പേര് പറയുന്നുണ്ട്, ഷോൺ ജോർജിനെ പോലുള്ള യുവമുഖത്തിൻ്റെ പേര് പറയുന്നുണ്ട്. അനിൽ ആൻ്റണിയും ഈ പറഞ്ഞ പോലെ യുവമുഖമാണ്. എന്നിരുന്നാൽ പോലും നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജിൻ്റെ പേര് മുമ്പിലുണ്ട്. ഇതുമാത്രമല്ല, ഏകദേശം 6ഓളം കേന്ദ്ര സഹമന്ത്രിമാരാണ് നിലവിൽ BJP മാറ്റാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായാണ് ജോർജ് കുര്യനെയും മാറ്റുന്നത്. കേരളത്തിൽ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് ജോർജ് കുര്യന് പകരമായിട്ട് വേറെ നേതാവിനെയും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നമുക്കറിയാം, പാർലമെൻറ്റിൽ BJPക്ക് പല കാര്യങ്ങളും മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ മൂന്നിൽ പല ഭൂരിപക്ഷം BJPക്ക് വേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ശിവസേന, UBT ഉദ്ധവ് താക്കറെ വിഭാഗത്തെയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയൊക്കെ പിളർത്തുന്നത് നമ്മൾ കണ്ടു. ഏകദേശം 20ഓളം തൃണമൂൽ MPമാർ BJPയിലോട്ട് ചേർന്നു. മമതാ ബാനർജി വെസ്റ്റ് ബംഗാൾ ഒന്നുമില്ലാതായി. അപ്പം അത്തരത്തിൽ വരുന്ന അക്കോമഡേറ്റ് അവർ പുതിയതായി വരുന്ന MPമാരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയപ്പെട്ട 6ഓളം സഹമന്ത്രി സ്ഥാനം മാറ്റിവെക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല,
ആം ആദ്മിയുടെ രാഘവ് ചദ്ദ, നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ഫോളോവേഴ്സുള്ള വലിയ തരത്തിലുള്ള ആൾക്കാർ പിന്തുടരുന്ന നേതാവായിരുന്നു ആം ആദ്മിയുടെ രാഘവ് ചദ്ദ. അപ്പോൾ രാഘവ് ചദ്ദ ഈ പറഞ്ഞ പോലെ പാർട്ടി വിടുന്നു, BJPയിലോട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെയും കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തോട്ട് പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ ആം ആദ്മി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഘവ് ചദ്ദയെ യൂസ് ചെയ്ത്, കാരണം രാഘവ് ചദ്ദയായിരുന്നു ഈ പറഞ്ഞ പോലെ കേജ്രിവാളിന് വേണ്ടി കണ്ട് എല്ലാവിധ ഇലക്ഷൻ സ്ട്രാറ്റജിയും ഇലക്ഷൻ ക്യാമ്പയിനിങ്ങും പഞ്ചാബിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ രാഘവ് ചദ്ദയെ തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കൊടുക്കുക എന്നുള്ളതും രാഘവ് ചദ്ദ മുഖാന്തരം പഞ്ചാബിനെ പിടിച്ചടക്കുക എന്നുള്ളൊരു അജണ്ടയും BJPക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഘവ് ചദ്ദയെ പോലുള്ള തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പല നേതാക്കന്മാരെയും, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നുള്ള പല MP-മാരെയും എല്ലാവരെയും അക്കോമഡേറ്റ് കൊണ്ട് സഹമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് നിലനിർത്തുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം BJPക്കുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട പോലെ കേരളത്തിൽ നിന്നൊരു സഹമന്ത്രിയെ കൊടുക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മാത്രമല്ല നമുക്കറിയാം സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ പോലെ ധനകാര്യ വകുപ്പ് മന്ത്രി, പ്രത്യേകിച്ച് നിലവിലെ കേന്ദ്രത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രിയെ മാറ്റി പകരം അവിടെ മുൻ RBI ഗവർണറെ ശങ്കർ കാന്ത് ദാസിനെ കൊണ്ടുവരണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും കേന്ദ്രത്തിന് മുമ്പോട്ട് വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു മുൻ RBI ഗവർണറെ തന്നെ കൊണ്ടുവരുന്നത് കൂടി ഗവൺമെൻറ്റിനുള്ള എല്ലാവിധ ഇമേജുകളും ഒന്നുകൂടി ബെറ്റർ ആക്കാൻ അതിലൂടെ സാധിക്കുന്നുള്ളതും ഇന്ത്യയുടെ എക്കോണമി ഒന്നുകൂടി സ്ട്രെങ്തൺ വരുത്താൻ മോദി സർക്കാരിന് ഇതിലൂടെ സാധിക്കുന്നുള്ള വ്യക്തമായ വീക്ഷണം അതിൻ്റെ ഭാഗത്തുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന BJPക്ക് മുമ്പിലുള്ളത്. കേരളത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. പകരം ഈ പറഞ്ഞ പോലെ പല നേതാക്കന്മാരുടെയും ഏറ്റവും ഇതിൽ പ്രത്യേകപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹർദീപ് സിംഗ് പുരി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും കത്തുന്നു എന്നുള്ളതും അത് കേന്ദ്ര മന്ത്രിസഭയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇമേജിന് കോട്ടം തട്ടി എന്നുള്ളത് BJP തിരിച്ചറിയുന്നു എന്നുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തിരിച്ചടി പാർട്ടിക്കുണ്ടായി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ തയ്യാറെടുക്കുന്ന ഒരു പാർട്ടിയാണ്. നമുക്കറിയാം CPMൻ്റെ കാര്യം വരുമ്പം CPMന് ഈ പറഞ്ഞ പോലെ പിണറായിയുടെ ഇമേജ് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ഗോട്ടമുണ്ടാക്കി എന്ന് പറയപ്പെടുമ്പോഴും പിണറായിയെ മാറ്റാൻ CPM തയ്യാറായിരുന്നില്ല. പക്ഷേ BJPയുടെ കാര്യം അങ്ങനെയല്ല. BJPയുടെ ഏതെങ്കിലും മന്ത്രിമാർ, കാരണം BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമേജിന് കോട്ടം വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ BJP മാറ്റും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഹർദീപ് സിംഗ് പുരിയെയും അതേപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെയും മാറ്റാനുള്ള തീരുമാനത്തിലോട്ട് BJP എത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം BJPയുടെ നീക്കം എങ്ങനെയെല്ലാമായിരിക്കുമെന്നും അതുപോലെ തന്നെ കേന്ദ്രം ഇത്തരത്തിൽ ഇനി ആരെയൊക്കെ പിളർത്തി കൊണ്ടുവരും എന്നുള്ളതും.